ഫോർമുല 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോർമുല 1 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ സർക്യൂട്ടിലാണ് നടക്കുന്നത്. അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആകും, അല്ലെങ്കിൽ മറ്റേ ഹൈബ്രിഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഉണ്ട്. സോ അതല്ലാതെ ഒരു 24 hours നീണ്ടിരിക്കുന്ന റേസ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിലോമീറ്റേഴ്സ്, 3 to 4 കിലോമീറ്റേഴ്സ് അല്ല, അതിൽ കൂടുതൽ കിലോമീറ്റേഴ്സ്. അപ്പോൾ ഒരു ടീമിൽ തന്നെ 3 ഡ്രൈവർമാർ പങ്കെടുക്കുന്നു, അത് ഷിഫ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഫോർമുല 1 അല്ലാതെ വേറെ ടൈപ്പ് ഓഫ് മോട്ടോർ സ്പോർട്സാണ്. ഇതാണ് ഇവിടെ വേൾഡ് എൻഡുറൻസ് എന്ന് പറയുന്നത്. ഇവിടെ കാറുകളുടെ സ്പീഡല്ല ഇവിടെ കണക്കാക്കുന്നത്. സ്പീഡിന് പുറമെ കാറിൻ്റെ എൻഡുറൻസ്, കൂടുതൽ ഇന്ധനക്ഷമത, ഫ്യൂവൽ എഫിഷ്യൻസി, അതേപോലെ അതിന് റഫായിട്ടുള്ള കണ്ടീഷൻസിനെ അത് മറികടക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഇവിടെ കണക്കാക്കുന്നത്. അതാണ് വേൾഡ് എൻഡുറൻസിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഓഫ് കാർസ് ഉണ്ട്. LMH ഉണ്ട്, LMDH ഉണ്ട്. LMH എന്ന് പറഞ്ഞാൽ ലെമാൻസ് ഹൈപ്പർ കാർസും, LMDH എന്ന് പറഞ്ഞാൽ ലെമാൻസ് ഡെറ്റോണ ഹൈപ്പർ കാർസും. നമ്മൾ ഫോർഡ് വേഴ്സസ് ഫെറാറി ഫിലിം കണ്ടവരാണ്. അതിലെ ഈ ലെമാൻസ് എന്താണ്, ലെമാൻസ് ഡെറ്റോണ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടും 2 സർക്യൂട്ട്സാണ്. ലെമാൻസ് വരുമ്പോൾ 24 hours ഒക്കെ വരുന്ന, ഡെറ്റോണ അതുപോലെ തന്നെ കൂടുതൽ അവേഴ്സ് വരുന്ന ടൈപ്പ് ഓഫ് സർക്യൂട്ട്സാണ്, റേസിംഗ് ഇവൻറ്റ്സ് ആണ്. 6 to 8 hours അല്ലെങ്കിൽ 24 hours ഒക്കെ ഉണ്ട്. ഈ കാറുകളുടെ ചാസിയെ കുറിച്ച് സംസാരിക്കാം. അവിടെ LMH കാര്യം വരുമ്പോൾ ഞാനിവിടെ 2 ഡിഫറൻ്റ് ആയിട്ട് പറയുന്നത്. LMH കുറിച്ച് LMDH സ്പെസിഫൈഡ് ഡിഫറൻസ് ആയിട്ടാണ് പറയുന്നത്. LMH കേസിൽ ആ കാറിൻ്റെ ചാസികൾ ആ കമ്പനികൾക്ക് തന്നെ, ആ മാനുഫാക്ചറേഴ്സിന് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ LMDH വരുമ്പോൾ അതിനൊരു കോമൺ സപ്ലയേഴ്സ് ഉണ്ട്. ഡല്ലാറ, ലിഗിയർ, മൾട്ടിമാറ്റിക് പോലുള്ള കമ്പനീസ് ആണ് LMDH ചാസികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ ട്രെയിനാണ്. പവർ ട്രെയിന് ബോത്ത് LMH കേസിലും LMDH കേസിലും ഒരു എൻജിൻ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് യൂണിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബാറ്ററി വെച്ചും സപ്പോർട്ടുണ്ട്. LMH കേസിൽ എൻജിനും അതുപോലെ ഹൈബ്രിഡ് യൂണിറ്റും അവർക്ക് മാനുഫാക്ചറേഴ്സിന് തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ LMDH കേസിൽ എൻജിൻ അവർക്ക് മാനുഫാക്ചറേഴ്സിന് തന്നെ ഡിസൈൻ ചെയ്യാം. പക്ഷേ പവർ ട്രെയിൻ, അതായത് എക്സ്ട്രാ ഹൈബ്രിഡായിട്ട് എന്ന ബാറ്ററിയുടെ സിസ്റ്റം വരുന്നത്, അതിനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കമ്പനിയുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ബോഷ്, വില്യംസ് പോലുള്ള കമ്പനീസാണ് അവർക്ക് ഹൈബ്രിഡ് പവർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. LMH റിയൽ വീൽ ഡ്രൈവും അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവും ഉപയോഗിക്കാൻ പറ്റും കമ്പനികൾക്ക്, മാനുഫാക്ചറേഴ്സിന്, റേസ് ടീംസിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ LMDH വരുമ്പോഴത്തേന് അവർക്ക് റിയർ വീൽ ഡ്രൈവ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ LMH ആണെങ്കിലും LMDH ആണെങ്കിലും അതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് അത് റെഗുലേറ്ററാണ്, 670 horsepower ആണ്. അത് രണ്ടും കൂടെ കൂട്ടി, എൻജിനും അതേപോലെ ഹൈബ്രിഡ് പവർ യൂണിറ്റും കൂടെ കൂട്ടി. ഫോർമുല 1 പോലെ തന്നെ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സ്പോർട്സ് നിങ്ങൾ പലരും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസൈറ്റ്സ് ഒക്കെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാണ്, ഡ്രൈവർ ആരാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെ മോട്ടോർ സ്പോർട്സ് മറ്റ് റേസസ് ഉണ്ട്, റാലി അല്ലെങ്കിൽ GT സീരീസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ F1 കുറിച്ച് പറഞ്ഞു. പിന്നെ ഫോർമുല E കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഫോർമാറ്റ് അല്ലെങ്കിൽ എല്ലാം സെയിം തന്നെയാണ്. അതിൻ്റെ റൂൾസ് കാര്യങ്ങൾ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. സോ പിന്നെ ഞാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ആ ഒരു രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.